ഇനി കണ്ണൂരിലേക്ക് പോവുകയാണ്. സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, കണ്ണൂരിലും റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാൽ കൂടി മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. അതിശക്തമായ മഴ പെയ്യുന്നില്ല, പക്ഷേ മഴ നേരിയ തോതിൽ തന്നെ കണ്ണൂരിൽ പരക്കെ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും പുലർച്ചെയും ഒരു 8 മണി വരെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിനുശേഷം മഴ അല്പം ദുർബലമായിട്ടുണ്ട്, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ പൂർണ്ണമായും വിട്ടുമാറി എന്ന് പറയാൻ കഴിയില്ല. നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് കണ്ണൂരിലുള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെ നിലവിലുള്ളത്. ഈ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിൽ കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന കൊട്ടിയൂർ പാൽച്ചുരം റോഡ് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതിപ്പോൾ അവിടെ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. KSEBക്ക് വലിയ നഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കനത്ത കാറ്റിലും മഴയിലും KSEBക്ക് വലിയ നഷ്ടം, കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. വൈദ്യുത തടസ്സം പല സ്ഥലത്തും നേരിടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും അതോടൊപ്പം തന്നെ മരച്ചില്ലകൾ പൊട്ടി വീണുമാണ് ഇത്തരത്തിൽ വൈദ്യുതി തടസ്സവും ആ രീതിയിലുള്ള KSEBക്ക് നാശനഷ്ടവും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൃഷിനാശമാണ്. വ്യാപകമായ കൃഷിനാശം, നേന്ത്രവാഴ ഉൾപ്പെടെയുള്ള വാഴ കർഷകർക്കുൾപ്പെടെ വലിയ നാശനഷ്ടം കണ്ണൂരിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ കനത്ത കാറ്റിൽ വാഴകൾ കടപുഴകി വീണും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി പച്ചക്കറി കൃഷിയെ ഉൾപ്പെടെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. 100-ൽ പരം ഹെക്ടറുകളിൽ കൃഷി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് നദികൾ കരകവിഞ്ഞുള്ള വെള്ളപ്പൊക്കമല്ല, മറിച്ച് ഈ ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കാത്തത് കാരണമുള്ള വെള്ളക്കെട്ട്, അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നുണ്ടാകുന്ന വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും കണ്ണൂർ ജില്ലയിലുണ്ട്. ആര്യ. ശരി, M. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.